നെക്സ്റ്റ് തിയറം 2.3.4 ഫ്രെനസ് array ഇക്വേഷൻ. നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് ഗാമ ബി എ യൂണിറ്റ് സ്പീഡ് കർവ് ഇൻ R3 വിത്ത് നോ ഓവർ വാനിഷിംഗ് കർവേച്ചർ. ദെൻ വെക്റ്റർ ടി ഡോട്ട് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ, വെക്റ്റർ എൻ ഡോട്ട് ഈക്വൽ ടു മൈനസ് കാപ്പ ഇൻറ്റു വെക്റ്റർ ടി പ്ലസ് ടോ ഇൻറ്റു വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ ബി ഡോട്ട് ഈക്വൽ ടു മൈനസ് ടോ ഇൻറ്റു വെക്റ്റർ എൻ. നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എല്ലാ പോയിൻറ്റ്സിലും നോൺ സീറോ കർവേച്ചർ ആയിട്ടുള്ള R3യിലെ ഏതൊരു യൂണിറ്റ് സ്പീഡ് കേവ് ഗാമ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ കേവ് ഈ മൂന്ന് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ്. അതായത് വെക്റ്റർ ടി ഡോട്ട് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ, അതുപോലെ വെക്റ്റർ എൻ ഡോട്ട് ഈക്വൽ ടു മൈനസ് കാപ്പ ഇൻറ്റു വെക്റ്റർ ടി പ്ലസ് ടോ ഇൻറ്റു വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ ബി ഡോട്ട് ഈക്വൽ ടു മൈനസ് ടോ ഇൻറ്റു വെക്റ്റർ എൻ. ഇതിലെ ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗാമ എന്നുള്ള ഒരു യൂണിറ്റ് സ്പീഡ് കേവ് ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ തന്നെ വെക്റ്റർ ടി ഡോട്ട് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ ആൻഡ് വെക്റ്റർ ബി ഡോട്ട് ഈക്വൽ ടു മൈനസ് ടോ ഇൻറ്റു വെക്റ്റർ എൻ. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് വെക്റ്റർ എൻ ഡോട്ട് ഈക്വൽ ടു മൈനസ് കാപ്പ ഇൻറ്റു വെക്റ്റർ ടി പ്ലസ് ടോ ഇൻറ്റു വെക്റ്റർ ബി. നമുക്കറിയാം ദി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വെക്റ്റർ ടി കോമ വെക്റ്റർ എൻ കോമ വെക്റ്റർ ബി ഒരു റൈറ്റ് ഹാൻഡർ സിസ്റ്റം ഫോം ചെയ്യുമെന്ന്. അതായത് വെക്റ്റർ ടി ക്രോസ് വെക്റ്റർ എൻ ഈക്വൽ ടു വെക്റ്റർ ബി, വെക്റ്റർ എൻ ക്രോസ് വെക്റ്റർ ബി ഈക്വൽ ടു വെക്റ്റർ ടി ആൻഡ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ ടി ഈക്വൽ ടു വെക്റ്റർ എൻ. ഈ മൂന്ന് കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആയിരിക്കും വെക്റ്റർ ടി കോമ വെക്റ്റർ എൻ കോമ വെക്റ്റർ ബി. ദെൻ ഇത് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. വെക്റ്റർ എൻ ഈക്വൽ ടു വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ ടി ആയതുകൊണ്ട് വെക്റ്റർ എൻ ഡോട്ട് ഈക്വൽ ടു വെക്റ്റർ ബി ഡോട്ട് ക്രോസ് വെക്റ്റർ ടി പ്ലസ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ ടി ഡോട്ട്. ദെൻ നമുക്കറിയാം വെക്റ്റർ ബി ഡോട്ട് എന്നുള്ളത് മൈനസ് ടോ ഇൻറ്റു വെക്റ്റർ എൻ ആണ്. അതുപോലെ തന്നെ വെക്റ്റർ ടി ഡോട്ട് എന്നുള്ളത് കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ ആണ്. ഓൾസോ മൈനസ് ടോയും കാപ്പയും സ്കേലാർസ് ആണ്. സോ വെക്റ്റർ എൻ ഡോട്ടിനെ നമുക്കിതുപോലെ കിട്ടും മൈനസ് ടോ ഇൻറ്റു വെക്റ്റർ എൻ ക്രോസ് വെക്റ്റർ ടി പ്ലസ് കാപ്പ ഇൻറ്റു വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ എൻ. ദെൻ വെക്റ്റർ ടി ക്രോസ് എൻ എന്നുള്ളത് വെക്റ്റർ ബി ആയതുകൊണ്ടും വെക്റ്റർ എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് വെക്റ്റർ ബി ക്രോസ് എ ആയതുകൊണ്ടും വെക്റ്റർ എൻ ക്രോസ് ടിക്ക് പകരം നമുക്ക് മൈനസ് വെക്റ്റർ ബി എന്ന് എഴുതാം. അതുപോലെ തന്നെ വെക്റ്റർ എൻ ക്രോസ് ബി എന്നുള്ളത് വെക്റ്റർ ടി ആയതുകൊണ്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ എൻ എന്നുള്ളത് മൈനസ് വെക്റ്റർ ടി ആയിരിക്കും. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വെക്റ്റർ എൻ ഡോട്ട് ഈക്വൽ ടു മൈനസ് ടോ ഇൻറ്റു മൈനസ് വെക്റ്റർ ബി പ്ലസ് കാപ്പ ഇൻറ്റു മൈനസ് വെക്റ്റർ ടി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കാപ്പ ഇൻറ്റു വെക്റ്റർ ടി പ്ലസ് ടോ ഇൻറ്റു വെക്റ്റർ ബി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ മൂന്ന് ഇക്വേഷൻസും താഴെ തന്നതുപോലെ മെട്രിക്സ് ഫോമിൽ ഓർത്ത് വയ്ക്കാവുന്നതാണ്. അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പ്രൊഡക്റ്റിലെ ആദ്യത്തെ മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ 2.3.5. ലെറ്റ് ഗാമ ബി എ യൂണിറ്റ് സ്പീഡ് കർവ് ഇൻ R3 വിത്ത് കോൺസ്റ്റൻറ്റ് കർവേച്ചർ ആൻഡ് സീറോ ടോർഷൻ. ദെൻ ഗാമ ഈസ് എ പാരാമീറ്ററൈസേഷൻ ഓഫ് എ സർക്കിൾ. സോ ഗാമ എന്നുള്ളത് R3യിലുള്ള ഒരു യൂണിറ്റ് സ്പീഡ് കേവ് ആണ്. അതിൻ്റെ കർവേച്ചർ ഒരു കോൺസ്റ്റൻറ്റും അതുപോലെ അതിൻ്റെ ടോർഷൻ എല്ലായിടത്തും സീറോയും ആണെങ്കിൽ ഗാമ എന്നുള്ള കേവ് ഒരു സർക്കിളിൻ്റെയോ അതല്ലെങ്കിൽ സർക്കിളിൻ്റെ ഒരു പാർട്ടിൻ്റെയോ പാരാമീറ്ററൈസേഷൻ ആയിരിക്കും. സർക്കിളിൻ്റെ പാർട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കുലർ ആർക്കാണ്. സോ ടോർഷൻ സീറോയും അതുപോലെ കർവേച്ചർ ഒരു കോൺസ്റ്റൻറ്റും ആണെങ്കിൽ അത് ഒരു സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷൻ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ടോർഷൻ സീറോ ആയതുകൊണ്ട് പ്രൊപ്പോസിഷൻ 2.3.3 യൂസ് ചെയ്യുമ്പോൾ ഗാമ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ പ്ലെയിൻ. ആ പ്ലെയിനിൽ നമ്മൾ പൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ഗാമ എന്നുള്ള കേവ് പൈ എന്നുള്ള പ്ലെയിനിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ദെൻ ഡി ബൈ ഡി എസ് ഓഫ് ഗാമ പ്ലസ് 1 ബൈ കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ എന്നുള്ളത് ഗാമ ഡോട്ട് പ്ലസ് 1 ബൈ കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ ഡോട്ട്. കാരണം കാപ്പ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സെക്കൻഡ് ടേമിൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എസ് കാണുമ്പോൾ പ്രൊഡക്റ്റ് ഉള്ള ആവശ്യമില്ല. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. 1 ബൈ കാപ്പ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ വെക്റ്റർ എൻ ഡോട്ട് ഈക്വൽ ടു മൈനസ് കാപ്പ ഇൻറ്റു വെക്റ്റർ ടി പ്ലസ് ടോ ഇൻറ്റു വെക്റ്റർ ബി നമ്മൾ പ്രീവിയസ് തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഡോട്ട് പ്ലസ് 1 ബൈ കാപ്പ ഇൻറ്റു മൈനസ് കാപ്പ ഇൻറ്റു വെക്റ്റർ ടി പ്ലസ് ടോ ഇൻറ്റു വെക്റ്റർ ബി. ദെൻ ഇവിടെ തന്നിട്ടുണ്ട് ടോർഷൻ ഈക്വൽ ടു സീറോയാണ്. എല്ലാ പോയിൻറ്റ്സിനും ടോർഷൻ സീറോയാണ്. അതിൽ നിന്നും ടോ ഇൻറ്റു വെക്റ്റർ ബി എന്നുള്ളത് സീറോ ആയിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഡോട്ട് പ്ലസ് 1 ബൈ കാപ്പ ഇൻറ്റു മൈനസ് കാപ്പ ഇൻറ്റു വെക്റ്റർ ടി. ദെൻ വെക്റ്റർ ടി എന്നുള്ളത് ഗാമ ഡോട്ടാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഡോട്ട് മൈനസ് ഗാമ ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. അതായത് ഗാമ പ്ലസ് 1 ബൈ കാപ്പ ഇൻറ്റു വെക്റ്റർ എന്നിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എസ് സീറോയാണ്. അതിൽ നിന്നും ഗാമ പ്ലസ് 1 ബൈ കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് എ ആണെന്ന് വിചാരിക്കുക. എ എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ. ദെൻ വെക്റ്റർ ഗാമ മൈനസ് വെക്റ്റർ എ ഈക്വൽ ടു മൈനസ് 1 ബൈ കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ. രണ്ട് സൈഡും നോം എടുക്കുമ്പോൾ നോം ഓഫ് ഗാമ മൈനസ് എ ഈക്വൽ ടു നോം ഓഫ് മൈനസ് 1 ബൈ കാപ്പ ഇൻറ്റു വെക്റ്റർ എൻ വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് 1 ബൈ കാപ്പ ഇൻറ്റു നോം ഓഫ് വെക്റ്റർ എൻ.
n ഒരു യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് നോം ഓഫ് വെക്ടർ n എന്നുള്ളത് 1 ആയിരിക്കും. അതിൽ നിന്നും വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -1 ബൈ കാപ്പ. കാപ്പ പോസിറ്റീവ് ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ കാപ്പ. അതായത് നോം ഓഫ് ഗാമ മൈനസ് എ ഈക്വൽ ടു 1 ബൈ കാപ്പ. കാപ്പ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1 ബൈ കാപ്പയും ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കറിയാം നോം ഓഫ് വെക്റ്റർ വി മൈനസ് എ ഈക്വൽ ടു 1 ബൈ കാപ്പ എന്നുള്ളത് എ എന്നുള്ള പോയിൻ്റ് സെൻറ്ററായിട്ട് വരുന്ന 1 ബൈ കാപ്പ റേഡിയസ് ഉള്ള R3യിലുള്ള സ്പിയറിൻ്റെ ഇക്വേഷനാണ്. സോ നോം ഓഫ് ഗാമ മൈനസ് എ ഈക്വൽ ടു 1 ബൈ കാപ്പ ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ദി ഡൊമൈൻ ഓഫ് ഗാമ. അതായത് ഗാമ എന്നുള്ള കേവിലെ എല്ലാ പോയിൻറ്റ്സും ഈ ഒരു ഇക്വേഷൻ, അതായത് ആ സ്പിയറിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ നിന്നും ഗാമ എന്നുള്ള കേവ് R3യിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ എ സെൻറ്ററായിട്ട് വരുന്ന 1 ബൈ കാപ്പ റേഡിയസ് ഉള്ള സ്പിയർ എസ്സിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇക്വേഷൻ 1ൽ നിന്നും ഗാമ എന്നുള്ള കേവ് പ്ലെയിൻ പൈയിൽ കണ്ടെയ്ൻഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ സ്പിയർ എസ്സിലും ഗാമ എന്നുള്ള കേവ് ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ പ്ലെയിനും, അതായത് പൈ എന്നുള്ള പ്ലെയിനും നമ്മളിപ്പോൾ പറഞ്ഞ സ്പിയർ എസ്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേവിലായിരിക്കും ഗാമയുടെ ഇമേജ് കണ്ടെയ്ൻഡ് ആയിരിക്കുക. നമുക്കറിയാം ഒരു പ്ലെയിനും സ്പിയറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേവ് സർക്കിളായിരിക്കും. സോ പൈ എന്നുള്ള പ്ലെയിനും എസ് എന്ന സ്പിയറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേവ് സർക്കിൾ സി ആണെന്ന് വിചാരിക്കുക. ഗാമയുടെ ഇമേജ് ഈ പ്ലെയിനും സ്പിയറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേവിൽ ലൈ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഗാമ എന്നുള്ളത് ഈ സർക്കിൾ സിയോ അതല്ലെങ്കിൽ ആ സർക്കിൾ സിയുടെ ഒരു പാർട്ടോ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്.